അതിരപ്പള്ളി പ്ലാന്റേഷനിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ മെഡിക്കൽ സംഘം എത്തി. കോടനാട്ട് നിന്നും വെറ്ററിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിരപ്പള്ളിയിൽ എത്തിയത്. ഇന്നലെ രാവിലെ മുതലാണ് ആനയെ പ്ലാന്റേഷൻ യാർഡിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? വേണു, കോടനാട്ട് നിന്നുള്ള വെറ്റിനറി ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് ഇപ്പോൾ ഈ വെറ്റിലപ്പാറയിൽ എത്തിയിരിക്കുന്നത്. എനിക്ക് പിന്നിൽ അവിടെ ഈ വനമേഖലയോട് ചേർന്നാണ് ഇപ്പോൾ ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ എണ്ണപ്പനത്തോട്ടമായിരുന്നു, അവിടെ നിന്നൊരു 100 മീറ്റർ അകലെ, അതായത് വനാതിർത്തിയോട് ചേർന്നാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. രാവിലെ നമ്മൾ കണ്ട ഇടത്ത് നിന്ന്, ആന നിന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്ററെങ്കിലും അകലെ ഇപ്പോൾ വനമേഖലയിലേക്ക് ആന കയറിയിരിക്കുന്നു. അതായത് ആന പതിയെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും തീറ്റ എടുക്കുകയോ അതുപോലെ തന്നെ ഈ എരണ്ടത്തിന് പരിഹാരമാവുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി മണിക്കൂറുകൾ പിന്നിടുന്തോറും ഈ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് വനംവകുപ്പുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ആനയെ നിരീക്ഷിക്കുന്നതാണ് കാണുന്നത്. അവരും ഒരു 50 മീറ്റർ അകലെ നിന്ന് ആനയെ നിരീക്ഷിക്കുകയാണ്. വെറ്റിനറി ഡോക്ടർ ബിനോയ് ആണ് ആ ദൃശ്യത്തിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള ഡേവിഡ്, ഈ നേരത്തെ ഈ ആനയെ പരിശോധിച്ചിട്ടുള്ള ഡോക്ടർ ഈ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള ഡേവിഡ് ആണ്. അദ്ദേഹവുമായി ഈ ബിനോയ് ഡോക്ടർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നേരത്തെ ആനയ്ക്ക് 2018 സമാനമായ ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ചികിത്സിച്ചത് ഈ ഡോക്ടർ ഡേവിഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി കൂടി ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ആനയുടെ ചികിത്സ ഉറപ്പാക്കുന്നത്. എന്തായാലും ആനയെ ഇപ്പോൾ ആന കാട് കയറുന്ന ദൃശ്യത്തിൽ കാണാം. ഇപ്പോൾ ആന കുറച്ചുകൂടി വനത്തിനകത്തേക്ക് കയറുന്നുണ്ട്. ഈ ആന പല സമയത്തും ഈ ഇരണ്ടം പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അത് വിജയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആന ഈ തീറ്റ എടുക്കാത്തതാണ് വലിയ ആശങ്കയായി പറയുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആന ഈ ചാലക്കുടി പുഴ കടന്ന ഈ മേഖലയിലേക്ക് എത്തുന്നത്. പക്ഷേ അതിനുശേഷം ആന ഇവിടെ തന്നെ കിടക്കുകയായിരുന്നു ഏറെ നേരം. ആന, അതായത് ഇന്ന് നേരം പുലരുമ്പോഴെല്ലാം ഇവിടെ പ്രദേശവാസികളെല്ലാം എത്തി നോക്കുമ്പോഴെല്ലാം ആന നിലത്ത് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. തീരെ അവസ്ഥയിലേക്ക് പോയിരുന്നു. പിന്നീടാണ് ആന ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ഈ വനാതിർത്തിയോട് ചേർന്ന് കുറച്ചു ദൂരം മാറി നിൽക്കുന്നത്. പക്ഷേ തീറ്റ ഒന്നും തന്നെ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്ക അത് വനംവകുപ്പും പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആനയെ പ്രാഥമികമായി പരിശോധിച്ച ശേഷം അതിന് വേണ്ട തുടർ ചികിത്സ എത്തരത്തിലായിരിക്കണം എന്ന് സംബന്ധിച്ചെല്ലാം വനംവകുപ്പ് തീരുമാനിക്കും. കഴിഞ്ഞ തവണയും, അതായത് 2018 ആനയ്ക്ക് സമാനമായ രീതിയിൽ ഈ ദഹന പ്രശ്നം ഉണ്ടായ സമയത്ത് പഴത്തിൽ ഇതിനു വേണ്ട മരുന്ന് വച്ച് വനത്തിനകത്ത് വെച്ച് തന്നെ ഈ പഴം നൽകിയാണ് ആനയെ അങ്ങനെ അന്ന് ചികിത്സിച്ചത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ആദ്യഘട്ടത്തിൽ പോകാനാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. പക്ഷെ അത് വിജയിച്ചില്ലെങ്കിൽ മാത്രം ആനയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കുന്നതിനും വനംവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. പിടികൂടി ചികിത്സിക്കുന്നതും വനംവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. അത്തരത്തിൽ RRT ടീം തുടങ്ങി വലിയ രീതിയിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു വനംവകുപ്പിന്റെ സന്നാഹം തന്നെ ഈ അതിരപ്പള്ളി വനമേഖലയോട് ചേർന്നുണ്ട്. വെറ്റിലപ്പാറയിലെല്ലാം തന്നെ പ്രത്യേക നിരീക്ഷണം, അതായത് ഈ ആനയെ പല മേഖലകളിലായി തിരിഞ്ഞുകൊണ്ട് നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആന ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വനമേഖലയിൽ തന്നെ തുടരുകയാണ്, ഈ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആന അല്പം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർമാർ ഇപ്പോഴും ഈ വനത്തിനുള്ളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ള. ആനയെ നിരീക്ഷിച്ച് അതിന്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. വേണു. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.